ഗുഡ് മോർണിംഗ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് തീർത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പുതിയ ചാപ്റ്ററിലേക്ക് നിങ്ങളുടെ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്ററിൻ്റെ പേര് മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് CVP അനാലിസിസ് എന്നാണ്. അപ്പം എളുപ്പമാണ് പഠിക്കാനായിട്ട്. നമുക്ക് ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസും ഉണ്ട്, അതുപോലെ തന്നെ 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസും ഉണ്ട്. പരീക്ഷയ്ക്ക് 15 മാർക്കിനും അതുപോലെ തന്നെ 4 മാർക്സിനും 2 മാർക്സിനും ഒക്കെ തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഒക്കെ ഒരുപാട് ചോദിക്കും. ഒരുപാട് ടൈപ്പിലുള്ള റേഷ്യോ അനാലിസിസിൽ പല ടൈപ്പിലുള്ളതില്ലായിരുന്നു, ചെറുതും വലുതുമായിട്ട് എന്ന് പറഞ്ഞോണം കൊള്ളാം. പക്ഷെ അത്രയും ബുദ്ധിമുട്ടല്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യത്തെ ഭാഗം കുറേ തിയറി ഉണ്ട്. തിയറി പഠിക്കണം, കാരണം തിയറി അറിയാമെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റുള്ളൂ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് തിയറി പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കുന്നതുമാണല്ലോ, അതുകൊണ്ട് തന്നെ തിയറി പഠിക്കണം. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ആദ്യം കുറേ കോസ്റ്റിൻ്റെ കുറേ പേരുകളാണ്. അത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിപ്പിക്കുന്ന സമയത്ത് കുറേ ടൈപ്പ് 14 ടൈപ്പ് കോസ്റ്റുകളെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫിക്സഡ് കോസ്റ്റ്, ഡയറക്റ്റ് കോസ്റ്റ്, ഇൻഡയറക്റ്റ് കോസ്റ്റ്, മാർജിനൽ, സങ്ക് കോസ്റ്റ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കോസ്റ്റുകളെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതൊക്കെ തന്നെയാണ് ഇവിടെ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് വന്നേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വേരിയബിൾ കോസ്റ്റ് ആണ്. വേരിയബിൾ കോസ്റ്റ് മീൻസ് കോസ്റ്റ് ചേഞ്ചസ് വെൻ ദ ഔട്ട്പുട്ട് ചേഞ്ചസ്. ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കോസ്റ്റും ചേഞ്ച് ആവുകയാണെങ്കിൽ അതിനെ നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയും. അതായത് നമ്മൾ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ചിലവും കൂടിക്കൂടി വരും. അതായത് മെറ്റീരിയൽ കൂടുതലുണ്ടെങ്കിലേ നമുക്ക് കൂടുതൽ ഔട്ട്പുട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റുള്ളൂ, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള എക്സ്പെൻസിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഫിക്സഡ് കോസ്റ്റ്. പേര് പോലെ തന്നെ ഔട്ട്പുട്ടിലുണ്ടാകുന്ന വേരിയേഷൻ അനുസരിച്ച് കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഫിക്സഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് കനോട്ട് ചേഞ്ച് വെൻ ദ ഔട്ട്പുട്ട് ഓർ പ്രൊഡക്ഷൻ ചേഞ്ചസ്. പ്രൊഡക്ഷൻ ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച്, പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റി ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ ആ കോസ്റ്റിനെ നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയും. ഉദാഹരണത്തിന് പ്രൊഡക്ഷൻ നടക്കുന്ന ബിൽഡിങ്ങിന് കൊടുക്കുന്ന റെൻറ്റ്, റേറ്റ്സ്, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് എത്ര ഉൽപ്പാദനം നടന്നാലും കൂടിയാലും കുറഞ്ഞാലും ഒന്നും റെൻറ്റ് കൂടുകയോ കുറയുകയോ ഒന്നും ചെയ്യുന്നില്ല, അല്ലേ? അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷനാണ്. മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അതാണ് 2 മാർക്കിന് എല്ലാ വർഷവും തന്നെ ചോദിക്കുന്ന ഒന്നാണ്. ഇറ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു യൂണിറ്റ് അഡീഷണലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെ നമ്മളിപ്പോൾ 100 യൂണിറ്റാണ് സ്ഥിരമായിട്ട് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു 101 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കണം. ആ ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏതെല്ലാം കോസ്റ്റുകൾ, ചില കോസ്റ്റുകളൊന്നും അനങ്ങുന്നുണ്ടാവത്തില്ല, ചില കോസ്റ്റുകളൊക്കെ വ്യത്യാസം വരത്തുള്ളൂ. അപ്പോൾ ഏതൊക്കെ കോസ്റ്റുകളാണോ ഈ അഡീഷണലായിട്ട് ഒരു യൂണിറ്റും കൂടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് ചേഞ്ച് ഉണ്ടാകുന്നത്, ആ കോസ്റ്റിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാർജിനൽ കോസ്റ്റിംഗ്. എന്താണ് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് ഈസ് ദ അഡീഷണൽ കോസ്റ്റ് ഓഫ് പ്രൊഡ്യൂസിങ് ആൻ അഡീഷണൽ യൂണിറ്റ്. ഒരു അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കുണ്ടാകുന്ന അഡീഷണൽ കോസ്റ്റിനെയാണ് മാർജിനൽ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ഈസ് ദ എമൗണ്ട് ബൈ വിച്ച് ടോട്ടൽ കോസ്റ്റ് ചേഞ്ചസ് വെൻ ദെയർ ഈസ് എ ചേഞ്ച് ഇൻ ദി ഔട്ട്പുട്ട് ബൈ 1 യൂണിറ്റ്. ഔട്ട്പുട്ട് ഒരു യൂണിറ്റ് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ടോട്ടൽ കോസ്റ്റ്, അത് മനസ്സിലാണ്. ഫിക്സഡ് കോസ്റ്റ് എന്നല്ല പറയുന്നത്. നമ്മൾ ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ടോട്ടൽ കോസ്റ്റിലുണ്ടാകുന്ന ചേഞ്ചിനെയാണ് എന്തെന്ന് പറയുന്നത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ്. ഇപ്പം ഞാൻ ജസ്റ്റ് മീനിങ് ഓഫ് മാർജിനൽ കോസ്റ്റ് ആണ് പറഞ്ഞത്. അടുത്തത് മാർജിനൽ കോസ്റ്റിംഗ് എന്നാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് എ ടെക്നിക് ഓഫ് കോസ്റ്റിംഗ് വിച്ച് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ് ആസ് കമ്പയർഡ് ടു ഫിക്സഡ് കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്. ഒരു പ്രോഡക്റ്റിൻ്റെ ഉൽപ്പാദനവുമായി ബന്ധപ്പെട്ട് വേരിയബിൾ കോസ്റ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് ഇത് കോസ്റ്റിംഗ് ഇൻ വിച്ച് വേരിയബിൾ കോസ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഈസ് ഗിവൺ മോർ ഇമ്പോർട്ടൻസ്. വേരിയബിൾ കോസ്റ്റിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഉള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഏത്? മാർജിൻ. ഇത് ശരിക്കും അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമല്ല. ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല, കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഭാഗമായിട്ട് കണക്കാക്കേണ്ടതാണ്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഈ പുസ്തകത്തിൻ്റെ ഡിവിഷൻ വരുന്നതിന് മുമ്പ്, സെമസ്റ്ററൊക്കെ ആകുന്നതിന് മുമ്പ് കോസ്റ്റിംഗ് ആൻഡ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞായിരുന്നു ഈ അക്കൗണ്ടിങ്ങിൻ്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങും കോസ്റ്റ് അക്കൗണ്ടിങ്, അപ്പോൾ ആ കോസ്റ്റിംഗ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് മാത്രം നിൽക്കുന്നതായിരുന്നു ഇത് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഇത് ഈ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ്. ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ളതാണ്?
വേരിയബിൾ കോസ്റ്റിന് ഫിക്സഡ് കോസ്റ്റിനേക്കാൾ പ്രാധാന്യം വേരിയബിൾ കോസ്റ്റിന് കൊടുത്തുകൊണ്ടുള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ കോസ്റ്റ് പെർ അഡീഷണൽ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ്. അഡീഷണൽ ആയിട്ട് ഒരു പ്രോഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി, ഒരു യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുണ്ടാകുന്ന കോസ്റ്റിനെ മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. വേരിയബിൾ കോസ്റ്റിന് ഫിക്സഡ് കോസ്റ്റിനേക്കാൾ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കോസ്റ്റിംഗ് ടെക്നിക്കിനെ മാർജിനൽ കോസ്റ്റിംഗ് എന്നും പറയും. വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദ ടെക്നിക്ക് ഓഫ് പ്രസൻറ്റിംഗ് കോസ്റ്റ് ഡേറ്റ വെയർ ഇൻ വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സഡ് കോസ്റ്റ് ആർ ഷോൺ സെപ്പറേറ്റ്ലി ഫോർ മാർജിനൽ ഡിസിഷൻ മേക്കിംഗ്. മാനേജീരിയൽ ഡിസിഷൻ മേക്കിങ്ങിന് മാനേജ്മെൻറ്റിന് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഫിക്സഡ് കോസ്റ്റിനെയും വേരിയബിൾ കോസ്റ്റിനെയും സെപ്പറേറ്റ് ആക്കി കണ്ടുകൊണ്ട് തന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു കോസ്റ്റിംഗ് ടെക്നിക്കാണ് ഏത്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഇത് കോസ്റ്റിങ്ങിൻ്റെ ഒരു മെത്തേഡ് അല്ലെന്നാണ് പറഞ്ഞത്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ ടെക്നിക്ക് ഓഫ് മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. പിന്നെ എന്താണെന്നാണ് പറയുന്നത്? മാനേജീരിയൽ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടെക്നിക്കാണ് എന്ന്. രണ്ടാമത്തേത് ഓൾ കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് ഇൻറ്റു ഫിക്സഡ് ആൻഡ് വേരിയബിൾ. നമുക്ക് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്ത് ചെയ്യുന്നു? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. അപ്പോൾ രണ്ട് കാര്യം പറഞ്ഞില്ലേ. ഒന്നെന്താണ്? മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗമല്ല, മറിച്ച് എന്താണ്? മാനേജീരിയൽ ഡിസിഷൻ എടുക്കാനുള്ള ഒരു മെത്തേഡാണ്. രണ്ടാമത് പറഞ്ഞ എന്താണ്? എല്ലാ കോസ്റ്റിനെയും നമ്മൾ എങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്? ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. എന്നിട്ടോ ഓൺലി വേരിയബിൾ കോസ്റ്റ് ആർ ചാർജ്ഡ് ടു പ്രോഡക്റ്റ്. ഈ രണ്ടിനെയും ക്ലാസിഫൈ ചെയ്തിട്ട് ഏത് മാത്രമാണ് എടുക്കുന്നത്? വേരിയബിൾ കോസ്റ്റ് മാത്രമാണ് എടുക്കുന്നത്. ഫിക്സഡ് കോസ്റ്റ് ആർ ചാർജ്ഡ് എഗെയിൻസ്റ്റ് പ്രോഫിറ്റ് ഓഫ് ദി പീരീഡ് ഇൻ വിച്ച് ദേ ആർ ഇൻഗേർഡ്. ഫിക്സഡ് കോസ്റ്റ് എപ്പോഴാണ് എടുക്കുന്നത്? അതിൻ്റെ പ്രോഫിറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. സ്റ്റോക്ക് ഈസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ് ആർ വാല്യൂഡ് അറ്റ് മാർജിനൽ കോസ്റ്റ് ഓർ വേരിയബിൾ കോസ്റ്റ്. സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് പ്രോഡക്റ്റും അതുപോലെ തന്നെ വർക്ക് ഇൻ പ്രോഗ്രസ്സും ഒക്കെ ഏതിനെ ബേസ് ചെയ്തിട്ടാണ്? വേരിയബിൾ കോസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സെല്ലിംഗ് പ്രൈസ് ഈസ് ഈക്വൽ ടു വേരിയബിൾ കോസ്റ്റ് പ്ലസ് കോൺട്രിബ്യൂഷൻ. സെല്ലിംഗ് പ്രൈസ് എന്തിന് തുല്യമായിരിക്കും? വേരിയബിൾ കോസ്റ്റിൻ്റെ കൂടെ കോൺട്രിബ്യൂഷനും കൂടെ ചേർന്ന തുകയ്ക്ക് തുല്യമായിരിക്കും സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സെയിൽസ് റവന്യൂ ആൻഡ് വേരിയബിൾ കോസ്റ്റ്. സെയിൽസ് റവന്യൂ, അതായത് വിറ്റ് കിട്ടുന്ന പൈസയിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കിട്ടുന്നതിനെയാണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റും കോൺട്രിബ്യൂഷനും കൂടെ ചേർന്നാൽ സെല്ലിംഗ് പ്രൈസ് കിട്ടും. കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യണം. അതൊക്കെ ഓർത്തിരിക്കണം, കാരണം അതൊക്കെ ഇക്വേഷനായിട്ട് നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും അപ്ലൈ ചെയ്യാനുണ്ട്. ദെൻ പ്രോഫിറ്റബിലിറ്റി ഓഫ് എ പ്രോഡക്റ്റ് ഓർ ഡിപ്പാർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ കോൺട്രിബ്യൂഷൻ മെയ്ഡ് ബൈ ഈച്ച് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓരോ പ്രോഡക്റ്റിൻ്റെയും പ്രോഫിറ്റബിലിറ്റി മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർക്ക് ഓരോ ഡിപ്പാർട്ട്മെൻറ്റിന് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്റ്റിന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ ഉണ്ട് എന്ന് നോക്കിയിട്ട്. എങ്ങനെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത്? സെല്ലിംഗ് പ്രൈസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഈ കോൺട്രിബ്യൂഷൻ തുക എത്രയാണ്, അത് കൂടി നിൽക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റ് കൂടുതൽ പ്രോഫിറ്റബിൾ ആയിരിക്കും. ആ രീതിയിലാണ് മാർജിനൽ കോസ്റ്റിങ്ങിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിംഗ്, അതും 2 മാർക്കിന് ചോദിക്കുന്നതാണ്. അബ്സോർപ്ഷൻ അക്കോർഡിംഗ് ടു CIMA, absorption costing is a technique whereby fixed cost as well as variable cost are allotted to cost unit. കോസ്റ്റ് യൂണിറ്റിലേക്ക് ഫിക്സഡ് കോസ്റ്റും അതോടൊപ്പം വേരിയബിൾ കോസ്റ്റും അഡോപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ടെക്നിക്കാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അത്രയും മനസ്സിലായോ? അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഒക്കെ നല്ലപോലെ പഠിച്ചേക്കുക, കാരണം 2 മാർക്കിന് ചോദിക്കുന്നതാണ്. ഇനി അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങും മാർജിനൽ കോസ്റ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നത്. അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിനകത്ത് ഓൾ കോസ്റ്റ് ആർ ചാർജ്ഡ്, അതായത് ഫിക്സഡും വേരിയബിളും ചാർജ് ചെയ്യുന്നുണ്ട്. മാർജിനൽ കോസ്റ്റിങ്ങിൽ വേരിയബിൾ ആണ് ചാർജ് ചെയ്യുന്നത്. രണ്ടാമത്തേത് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സും വർക്ക് ഇൻ പ്രോഗ്രസ്സും ടോട്ടൽ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. മാർജിനൽ കോസ്റ്റിങ്ങിൽ അത് വേരിയബിൾ കോസ്റ്റിലാണ് വാല്യൂ ചെയ്യുന്നത്. പിന്നെ മാർജിനൽ കോസ്റ്റിൽ തന്നെയാണ് വാല്യൂ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഈസ് ദ ബേസിസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ അബ്സോർപ്ഷൻ കോസ്റ്റിങ്ങിൽ ഡിസിഷൻ മേക്കിങ്ങിന് ബേസായിട്ട് വരുന്നത് പ്രോഫിറ്റാണ്. എന്നാൽ മാർജിനൽ കോസ്റ്റിങ്ങിൽ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആയിരിക്കും അതിന് ബേസായിട്ട് വരുന്നത്. കോൺട്രിബ്യൂഷൻ ഈസ് ബേസ്ഡ്. മനസ്സിലായില്ലേ? അത് നമ്മൾ നേരത്തെ തന്നെ കണ്ടായിരുന്നല്ലോ. ഒരു സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ്, ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ പ്രോഫിറ്റബിലിറ്റി എന്തിനെ വെച്ചാണ് മെഷർ ചെയ്യുന്നത്? അവരുടെ കോൺട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അതാണ് അബ്സോർപ്ഷൻ കോസ്റ്റിലാണെങ്കിൽ അത് ബേസ് ചെയ്യുന്നത് ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ട്
ഉള്ള മെയിൻ ബേസിസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആയിരിക്കും. മാർജിനൽ കോസ്റ്റിങ്ങിൽ അതിൻ്റെ മെയിൻ ബേസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അടുത്തത് എക്സ്റ്റേണൽ റിപ്പോർട്ടിങ്ങിനാണ് അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഇൻറ്റേർണൽ റിപ്പോർട്ടിങ്ങിനാണ് മാർജിനൽ കോസ്റ്റിംഗ് കൂടുതൽ സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. വെൻ ദ പ്രൊഡക്ഷൻ ഇൻക്രീസസ് കോസ്റ്റ് പെർ യൂണിറ്റ് റെഡ്യൂസസ്. അബ്സോർപ്ഷൻ കോസ്റ്റിൽ പ്രൊഡക്ഷൻ കൂടുമ്പോൾ ഒരു യൂണിറ്റിനുണ്ടാകുന്ന ചിലവ് കുറഞ്ഞു വരും. എന്നാൽ കോസ്റ്റ് പെർ യൂണിറ്റ് റിമൈൻസ് ദ സെയിം അറ്റ് ഓൾ ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. എല്ലാ ലെവലിലും അത് സെയിം ആയിരിക്കും മാർജിനൽ കോസ്റ്റിങ്ങിൽ. നോട്ട് യൂസ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അബ്സോർപ്ഷൻ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ അല്ല, എന്നാൽ മാർജിനൽ കോസ്റ്റിംഗ് ഡിസിഷൻ മേക്കിങ്ങിന് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ ഡിഫറൻസസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഇത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള കോസ്റ്റ് അക്കൗണ്ട്. ഡയറക്റ്റ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷനുമായി നേരിട്ട് ബന്ധമുള്ള കോസ്റ്റിനെയാണ് ഡയറക്റ്റ് കോസ്റ്റിംഗ്. ഞാൻ ഉദാഹരണം പറഞ്ഞിരുന്നു, ഒരു ഡെസ്ക് ഉണ്ടാക്കുക. ആ ഡെസ്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? തടി വേണം. അതുപോലെ തന്നെ ആശാരി വേണം, അല്ലേ? അപ്പോൾ ഈ ആശാരിയും തടിയെന്നൊക്കെ പറയുന്നത് എന്താണ്? അതിൻ്റെ ഡയറക്റ്റായിട്ട് ബന്ധമുള്ള ആളാണ്. അതിൻ്റെ ആണിയൊക്കെ വേണ്ടേ? ആണി, അതൊക്കെ അതിൻ്റെ ഡയറക്റ്റായിട്ടുള്ളതാണ്. അപ്പോൾ അത് ഡയറക്റ്റ് എക്സ്പെൻസ്. ഈ ആശാരിയെ സൂപ്പർവൈസ് ചെയ്യാനായിട്ട് അവിടെ ഒരു സൂപ്പർവൈസർ ഉണ്ടെങ്കിൽ അയാൾക്ക് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ സാലറി എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ആയിരിക്കും. അയാളില്ലെങ്കിലും ആശാരി പണിയെടുത്തോളും, അല്ലേ? അപ്പോൾ ഈ ഡെസ്ക് ഡെസ്ക് നിർമ്മിക്കാനായിട്ടുണ്ടാകുന്ന ചിലവിന്, ഡെസ്കിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് ബന്ധമുള്ള ചിലവിന് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയും. അതിൻ്റെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ചിലവിനെ നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നും പറയും. ഇനി അസംഷൻസ് ഓഫ് മാർജിനൽ കോസ്റ്റ്. അസംഷൻസ് ഞാൻ തരുന്നില്ല കേട്ടോ. ഒത്തിരി തീർന്നു തന്നാൽ പിന്നെ നിങ്ങൾക്ക് ആകെ ഒരു ബുദ്ധിമുട്ടാകും, എഴുതാനും ബുദ്ധിമുട്ടാണ്. ഇനി അഡ്വാൻറ്റേജസ് ഞാൻ അതിൻ്റെ മെയിൻ ഹെഡിങ് മാത്രമാണ് അണ്ടർലൈൻ ചെയ്തേക്കുന്നത്. അതുമാത്രം നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക. അതെങ്കിലും ഒന്ന് പഠിച്ചാൽ മതിയായിരുന്നു. ഒരു കുറേ പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഹെഡിങ് എങ്കിലും എഴുതി വെച്ചാൽ 8 പോയിൻ്റ് ഉണ്ട്, അതെങ്കിലും പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഡിസഡ്വാൻറ്റേജസും അത് ഈ പറഞ്ഞ കണക്ക് തന്നെ അതിൻ്റെ മെയിൻ ഹെഡിങ് മാത്രം എഴുതിയെടുത്താൽ മതി. ഞാൻ മുഴുവൻ ഫോട്ടോ എടുക്കുമ്പോൾ അത് മുഴുവൻ തരുന്നിട്ടുണ്ടല്ലോ, അപ്പോൾ അത് മാത്രം എഴുതിയെടുത്ത് പഠിക്കുക. ഇനി നമുക്ക് വേറൊന്ന് ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ പേര് തന്നെ CVP അനാലിസിസ് എന്നല്ല, കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ് എന്നാണ്. അതെന്താണെന്നാണ് പറയുന്നത്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്, അതിൻ്റെ മീനിങ്: ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഹൗ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ആർ അഫക്റ്റഡ് ബൈ ചേഞ്ചസ് ഇൻ ദി വോളിയം ഓഫ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനിലുണ്ടാകുന്ന ചേഞ്ചിനനുസരിച്ച് കോസ്റ്റിലും പ്രോഫിറ്റിൻ്റെ വോളിയത്തിലും എത്രത്തോളം ചേഞ്ച് ഉണ്ടാകുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പം കോസ്റ്റ് എത്ര കുറയുന്നു, പ്രോഫിറ്റ് എത്ര കുറയുന്നു. പ്രൊഡക്ഷൻ കൂടുമ്പം കോസ്റ്റ് എത്ര കൂടുന്നു, പ്രോഫിറ്റ് എത്ര കൂടുന്നു. അവ തമ്മിൽ എങ്ങനെയാണ്, അതായത് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് കോസ്റ്റും പ്രോഫിറ്റും എങ്ങനെ ചേഞ്ച് ഉണ്ടാകുന്നു അതിനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏത്? CVP അനാലിസിസ്. ആൻഡ് അനാലിസിസ് ഓഫ് 3 ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ്: കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റ്, വോളിയം ആൻഡ് പ്രോഫിറ്റ്, ഇതിനെ മൂന്നിനെയും ബന്ധപ്പെടുത്തിയുള്ള പഠനമാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ചെലവ്, വോളിയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പ്രൊഡക്ഷൻ്റെ അളവാണ്, പ്രോഡക്റ്റിൻ്റെ അളവാണ്. അതുപോലെ തന്നെ ആ അത്രത്തോളം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്ക് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടുന്നു. ഈ 3 കാര്യങ്ങളെക്കുറിച്ച്, കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്, ഈ 3നെക്കുറിച്ചുള്ള പഠനമാണ് CVP അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ CVP അനാലിസിസിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. അത് ഞാൻ ഒഴിവാക്കാനായിട്ടൊന്നും കാര്യമായിട്ടില്ല കേട്ടോ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ടു ഫോർകാസ്റ്റ് ദ പ്രോഫിറ്റ് ആക്യുറേറ്റ്ലി. സ്ഥാപനത്തിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് വളരെ കൃത്യമായിട്ട് ഫോർകാസ്റ്റ് ചെയ്യുക. ദെൻ ടു ഹെൽപ്പ് മാനേജ്മെൻറ്റ് ഡിറ്റർമൈനിങ് ദ പ്രൈസിങ് പോളിസീസ്. ഏത് തരത്തിലുള്ള പ്രൈസിങ് പോളിസി, സ്കിമ്മിങ് പ്രൈസ് ആണോ, പെനട്രേഷൻ പ്രൈസ് ആണോ, അതോ ഇനിയിപ്പം സ്റ്റാർട്ടിങ്ങിൽ പ്രൈസ് കൂട്ടി പിന്നെ പ്രൈസ് കുറയ്ക്കുന്നതാണോ, ഏത് തരത്തിലുള്ള കോസ്റ്റ് പ്ലസ് പ്രൈസിനാണോ, മാർജിനൽ കോസ്റ്റ് പ്രൈസിംഗ് ആണ്, ഏത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഫേമിന് ഫോളോ ചെയ്യേണ്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് CVP അനാലിസിസ് സഹായിക്കുന്നു. നെക്സ്റ്റ്, ടു ഇവാലുവേറ്റ് ദ പെർഫോമൻസ് ഓഫ് ദി ബിസിനസ്. ഫേമിൻ്റെ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എത്രയാണെന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു. ബജറ്റ് തയ്യാറാക്കാൻ സഹായിക്കുന്നു. കോസ്റ്റിനെ റെഡ്യൂസ് ചെയ്യാൻ, കോസ്റ്റിനെ കൺട്രോൾ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. പിന്നെ ടെക്നിക്സ് ഓഫ് CVP അനാലിസിസ്. CVP അനാലിസിസിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നിക്സ് ആണ്: 1 കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ്, 2 ബ്രേക്ക് ഈവൻ അനാലിസിസ്, 3ാമത്തേത് CVP അനാലിസിസ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി അനാലിസിസ്. ഏതാണ്? പ്രോഫിറ്റ് വോളിയം CVP അല്ലോട്ടോ, പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി അനാലിസിസ്. ഇങ്ങനെ 3 ടെക്നിക്സാണ്. ഏതൊക്കെയാണ്? കോൺട്രിബ്യൂഷൻ മാർജിൻ അനാലിസിസ്, ബ്രേക്ക് ഈവൻ അനാലിസിസ്, പ്രോഫിറ്റ് വോളിയം അനാലിസിസ് ആൻഡ് മാർജിൻ ഓഫ് സേഫ്റ്റി അനാലിസിസ്. ഇങ്ങനെ 3 ടെക്നിക്സാണ് CVP അനാലിസിസിനായിട്ടുള്ളത്.
ദെൻ എലമെൻറ്റ്സ് ഓഫ് CVP അനാലിസിസ്. CVP അനാലിസിസിൻ്റെ എലമെൻറ്റ്സ് ഒന്ന് മാർജിനൽ കോസ്റ്റ് ഇക്വേഷന്, കോൺട്രിബ്യൂഷൻ, ബ്രേക്ക് ഈവൻ അനാലിസിസ്, മാർജിൻ ഓഫ് സേഫ്റ്റി, പ്രോഫിറ്റ് വോളിയം റേഷ്യോ, ബ്രേക്ക് ഈവൻ ചാർട്ട്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ 7 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പ്രോബ്ലം ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, ആ ഇക്വേഷൻ പ്രകാരം ഒരു ചെറിയ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ നമ്മൾ കോൺട്രിബ്യൂഷൻ അല്ലെ പ്രോഫിറ്റ് അല്ലെ സെയിൽസ് ഏതാണോ കണ്ടുപിടിക്കാൻ പറഞ്ഞത് കണ്ടുപിടിക്കുന്നത്. യൂണിറ്റിലും ഉണ്ടാവും, അതുപോലെ തന്നെ പ്രൈസിലും റുപ്പീസിലും ഉണ്ടാവും. ആ 2 രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ ഇപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ ആദ്യം തന്നെ പറഞ്ഞു. എന്തായിരുന്നു? സെയിൽസ് മൈനസ് കോസ്റ്റ് എന്നുള്ളത് അല്ലേ. അപ്പോൾ അതല്ലാതെ പിന്നെയും പല പല ഇക്വേഷൻസ് കയറി വരുന്നു. ഓരോ പ്രോബ്ലത്തിനനുസരിച്ച് വ്യത്യസ്തപ്പെട്ടിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന, ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ബ്രേക്ക് ഈവൻ സെയിൽസ്, ഇതൊക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. മെയിനായിട്ടും തന്നിരിക്കുന്ന ഈ 7 കാര്യങ്ങളും നമ്മൾ പ്രോബ്ലം രൂപേണ ഇതിനകത്ത് പഠിക്കുന്നുണ്ട്. ഇനി മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ, അതിൽ ഒന്നാമത്തേത് മാർജിനൽ കോസ്റ്റ് ഇക്വേഷനാണ്. എന്താണ് മാർജിനൽ കോസ്റ്റ് ഇക്വേഷൻ കണ്ടുപിടിക്കാനുള്ളത്? കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ്. ഒരു കാര്യം അത് നേരത്തെ പറഞ്ഞു തന്നെ. അതല്ലെങ്കിലോ എത്ര ഇക്വേഷനാണെന്ന് നോക്കിയാൽ കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ് പ്ലസ് പ്രോഫിറ്റ്, ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് പ്രോഫിറ്റ്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ് ഈസ് ഈക്വൽ ടു സെയിൽസ് മൈനസ് കോൺട്രിബ്യൂഷൻ. ഈ തന്നിരിക്കുന്ന ഈ ഇക്വേഷൻസ് ഒക്കെ അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കൊരു കാര്യം സിമ്പിളായി 2 ലൈനിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് ആൻസർ ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ഇക്വേഷൻസ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇനി അടുത്തത് കോൺട്രിബ്യൂഷൻ മാത്രം എന്താണെന്നുള്ളത് തന്നിരിക്കുകയാണ്. ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിങ്ങിലെ പ്രോഫിറ്റിനെ പറയുന്ന പേരാണ് എന്ത്? കോൺട്രിബ്യൂഷൻ. ഇറ്റ് റെഫേഴ്സ് ടു എക്സസ് ഓഫ് സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്. സെയിൽസിനേക്കാൾ കൂടുതൽ സെയിൽസ് ഓവർ വേരിയബിൾ കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റിനെ കവർ ചെയ്തിട്ടുള്ള സെയിൽസ്, അതായത് വേരിയബിൾ കോസ്റ്റ് കുറവും സെയിൽസ് കൂടുതലും, അതായിരിക്കും എന്ത്? കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ കവേഴ്സ് ഫിക്സഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്. കോൺട്രിബ്യൂഷൻ ഏതിനെയൊക്കെ കവർ ചെയ്യുന്നുണ്ട്? ഫിക്സഡ് കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും. ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ദി ഫിക്സഡ് കോസ്റ്റ്, ശ്രദ്ധിക്കണം, ഇഫ് കോൺട്രിബ്യൂഷൻ ഈസ് മോർ ദാൻ ഫിക്സഡ് കോസ്റ്റ് ദെയർ ഈസ് പ്രോഫിറ്റ്, കോൺട്രിബ്യൂഷൻ ഈസ് ലെസ് ദാൻ ഫിക്സഡ് കോസ്റ്റ് ദെയർ ഈസ് ലോസ്. അപ്പം ഫിക്സഡ് കോസ്റ്റിനേക്കാളും കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ കമ്പനിക്ക് പ്രോഫിറ്റ് ആയിരിക്കും, ഫിക്സഡ് കോസ്റ്റിനേക്കാളും കുറവാണ് കോൺട്രിബ്യൂഷൻ എങ്കിൽ കമ്പനിക്ക് ലോസ് ആയിരിക്കും. ഇനി കോൺട്രിബ്യൂഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ടിക്ക് ചെയ്തിട്ടേക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ ഫിക്സിങ് സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നു. ഡിറ്റർമൈൻ ബ്രേക്ക് ഈവൻ പോയിൻ്റ്, ബ്രേക്ക് ഈവൻ പോയിൻ്റ് കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ EDPയിലൊക്കെ പഠിച്ചതാണ്. എന്താ? പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ആ ഒരു പോയിൻറ്റിനാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ടേക്കിംഗ് മേക്ക് ഓർ ബൈ ഡിസിഷൻസ്, മേക്ക് ഓർ വാങ്ങുകയാണോ ഉണ്ടാക്കുകയാണോ വേണ്ടെന്ന് തീരുമാനിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഡിറ്റർമൈൻ കീ ഫാക്ടർ, ഏതാണ് കീ ഫാക്ടർ എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ ഇറ്റ് ഹൈലൈറ്റ്സ് ദ റിലേഷൻഷിപ്പ് എമംഗ് കോസ്റ്റ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. കോസ്റ്റ് സെയിൽസ് പ്രോഫിറ്റ് ഇവ തമ്മിലുള്ള ശരിയായ ബന്ധത്തെ കണ്ടെത്താനായിട്ട് ഈ കോൺട്രിബ്യൂഷൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. അടുത്തത് ബ്രേക്ക് ഈവൻ അനാലിസിസ് ആണ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടെക്നിക്ക് ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. CVP അനാലിസിസിൽ ഉപയോഗിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് ഏത്? ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. ഇനി നോക്കിക്കുക, അതിൻ്റെ താഴെ ഒരു മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? തുടക്കം സെയിൽസ്, 2 എമൗണ്ട് കോളമാണുള്ളത്, പർട്ടിക്കുലേഴ്സ് കോളവും 2 എമൗണ്ട് കോളവുമാണുള്ളത്. ഫസ്റ്റ് ഐറ്റം വരുന്ന സെയിൽസിനെ നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതും. അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ കുറയ്ക്കും? മാർജിനൽ കോസ്റ്റാണ് കുറയ്ക്കുന്നത്. മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, വേരിയബിൾ ഓവർ ഹെഡ്, ഇത്രയും ചേരുന്നതാണ് ഏത്? മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് വേരിയബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതായത് ലേബറും മെറ്റീരിയലും ഒക്കെ പ്രൊഡക്ഷനിലുണ്ടാകുന്ന ചേഞ്ച് അനുസരിച്ച് മാറ്റം വരുന്നതാണല്ലോ, അതെല്ലാമാണ് ഇവിടെ വരുന്നത്. അതിനെല്ലാം കൂട്ടി നമ്മൾ ഔട്ടർ കോളത്തിലേക്ക് എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? മുകളിലുള്ള സെയിൽസിൽ നിന്ന് അതിനെ മൈനസ് ചെയ്യും. അപ്പോൾ സെയിൽസ് കൂടുതലാണെങ്കിൽ നമുക്ക് കോൺട്രിബ്യൂഷൻ കിട്ടുന്നുണ്ടാകും, കുറഞ്ഞു പോയാൽ അത് നെഗറ്റീവ്സ് ആകും. അധികവും നമുക്ക് അങ്ങനെ കുറഞ്ഞിട്ടൊന്നും വരാറില്ല. ഈ കിട്ടുന്ന കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റിനെ മൈനസ് ചെയ്യും. ഫിക്സഡ് കോസ്റ്റിനെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന തുകയെ പറയുന്ന പേരാണ് എന്ത്? പ്രോഫിറ്റ്.
ഇവിടെ കിട്ടിയോ? അപ്പോൾ ഈ മാർജിനൽ കോസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കും. ഇത് മനസ്സിലുണ്ടായിരിക്കണം. എന്താണ് ഫസ്റ്റ് ഐറ്റം സെയിൽസ്, അതിൻ്റെ എമൗണ്ട് ഔട്ടർ കോളത്തിലേക്ക്, അതിൽ നിന്ന് മാർജിനൽ ലെസ് മാർജിനൽ കോസ്റ്റ്, എന്നിട്ട് അതിനെ അണ്ടർലൈൻ ചെയ്യാം. മാർജിനൽ കോസ്റ്റ് വരുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് അല്ലെങ്കിൽ ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വേറെ തന്നാൽ അതും എടുക്കണം കേട്ടോ. പിന്നെ അതാണ് വേരിയബിൾ ഓവർ ഹെഡ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ അത് ഈ വേരിയബിൾ ഓവർ ഹെഡ് തന്നെ ഫാക്ടറി അങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് വേറെ തന്നിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിൾ ആയിട്ടുള്ള ഓവർ ഹെഡ് ഏതൊക്കെ ക്വസ്റ്റിനെ തരുന്നുണ്ടോ അതല്ല, അതിനെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് ഔട്ടർ കോളത്തിലേക്ക് എഴുതുക. എന്നിട്ട് സെയിൽസിൽ നിന്ന് കുറയ്ക്കുക. കുറച്ച് കിട്ടുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ഈ കോൺട്രിബ്യൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യണം. ഫിക്സഡ് കോസ്റ്റ് കോൺട്രിബ്യൂഷനിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന തുകയ്ക്ക് പറയുന്ന പേരാണ് പ്രോഫിറ്റ്. അപ്പോൾ അതും മനസ്സിലായില്ലേ? ഇനി അസംഷൻസ് ഓഫ് CVP അനാലിസിസ് ആണ്. അസംഷൻ ഞാൻ അങ്ങനെ ഒത്തിരി തിയറി അങ്ങോട്ട് തരുന്നില്ല. അഥവാ ഇനിയിപ്പം നിങ്ങൾക്ക് മെറ്റീരിയൽ കിട്ടുവാണെങ്കിൽ അത് നോക്കി പഠിക്കാം. ഇനി CVP അനാലിസിസിൻ്റെ അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ യൂസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ആണ്. ഒന്ന്, ഫോർകാസ്റ്റിംഗ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. സെയിൽസും പ്രോഫിറ്റും ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഇൻ്റർഫേം കമ്പാരിസൺ നടത്താനായിട്ട് പറ്റുന്നുണ്ട്. ഫിക്സഡ് കോസ്റ്റ് വേരിയബിൾ കോസ്റ്റിൽ ഇൻക്രീസ് ഡിക്രീസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡിസൈഡ് പ്രോഫിറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ ഫിക്സ് ചെയ്യണം? നമുക്കിപ്പോൾ 1,00,000 രൂപ ലാഭം കിട്ടണം. ഈ 1,00,000 രൂപ ലാഭം കിട്ടണമെങ്കിൽ നമ്മൾ കോസ്റ്റിനെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, ആ രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യുന്ന എങ്ങനെയാണ് എന്ന് നമുക്ക് ഈ CVP അനാലിസിസിലൂടെ അറിയാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് പ്ലാനിങ്ങിന് സഹായിക്കുന്നതാണ്. മാർജിൻ ഓഫ് സേഫ്റ്റി കണ്ടുപിടിക്കാനായിട്ട് സഹായിക്കുന്നു. ബയോർ ഡിസിഷൻ മേക്കിങ്ങിന് സഹായിക്കുന്നുണ്ട്. പ്രൈസ് പോളിസി ഫോർമുലേഷന് സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് കൺട്രോളിന് സഹായിക്കുന്നുണ്ട്. ലിമിറ്റേഷൻസ് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഓർ ഇമ്പോസിബിൾ ടു സെപ്പറേറ്റ് കോസ്റ്റ് ഇൻറ്റു ഫിക്സഡ്. എല്ലായ്പ്പോഴും കോസ്റ്റിനെ നമുക്ക് ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല, അത് ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഈ ടൈപ്പിൽ CVP നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആണെന്ന് തന്നെയാണ് പറയുന്നത്. എന്നാൽ അങ്ങനെയല്ല, ഒരു നിശ്ചിത പരിധി കഴിയുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് മാറും, ഫിക്സഡ് കോസ്റ്റിൽ ചേഞ്ച് വരും. അങ്ങനെ ആ ചേഞ്ചിനെ കുറിച്ച് ഇതിനകത്ത് പറയുന്നില്ല, അതൊരു വലിയ പോരായ്മയായിട്ടാണ് പറയുന്നത്. പിന്നെ സെല്ലിംഗ് പ്രൈസ് റിമെയിൻസ് കോൺസ്റ്റൻറ്റ് ഈസ് നോട്ട് വാലിഡ്. അതുപോലെ തന്നെ എപ്പോഴും സെല്ലിംഗ് പ്രൈസ് കോൺസ്റ്റൻ്റ് ആണെന്ന് പറയുന്നതും ശരിയല്ല. ക്യാപിറ്റൽ എംപ്ലോയിഡിനെ കുറിച്ച് എത്രത്തോളം ക്യാപിറ്റൽ നമ്മുടെ ഫേമിനുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു കാര്യവും പറയുന്നില്ല. അതുപോലെ തന്നെ ലോങ് ടൈം അല്ലെങ്കിൽ ലോങ് റേഞ്ച് പ്ലാനിങ്ങിന് ഇത് സ്യൂട്ടബിൾ അല്ല. സെമി വേരിയബിൾ മാത്രമേ എടുക്കുന്നുള്ളൂ. സെമി വേരിയബിൾ ആയിട്ടുള്ളതിനെക്കുറിച്ച് ഇതിനകത്തൊന്നും പറയുന്നില്ല. അതൊക്കെയാണ് ഇതിൻ്റെ പോരായ്മയായിട്ട് പറയുന്നത്. നെക്സ്റ്റ് BEP ബ്രേക്ക് ഈവൻ പോയിൻ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു ബ്രേക്ക് ഈവൻ പോയിൻ്റ്, പോയിൻ്റ് വെയർ നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്, പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ലാത്ത ആ പോയിൻറ്റിനെയാണ് നമ്മൾ ഒരു സാധനം 100 രൂപ ചിലവാക്കി ഉണ്ടാക്കി 100 രൂപയ്ക്ക് തന്നെ വിറ്റാൽ നമുക്ക് ലാഭവും ഇല്ല നഷ്ടവും ഇല്ല. അപ്പോൾ ആ 100 രൂപ ആ പോയിൻറ്റിന് എവിടെയാണോ കോസ്റ്റും ഈ സെല്ലിംഗ് പ്രൈസും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, ആ പോയിൻറ്റിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിൻ്റ് എന്ന് പറയുന്നത്. ഇനി ബ്രേക്ക് ഈവൻ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ആൾജിബ്രാക് മെത്തേഡും ഉണ്ട്, അതുപോലെ തന്നെ ഗ്രാഫിക് മെത്തേഡും ഉണ്ട്. അതായത് നമ്മൾ ഈ ഇതില്ലേ നമ്മുടെ ഗ്രാഫ് പേപ്പർ ചെയ്യുന്ന അതുമായിട്ടും ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അത് ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ട്, ഗ്രാഫിൽ ചെയ്യുന്നതുകൊണ്ട്, അതാണ് പറയുന്നത്. പിന്നെ ഉണ്ട് BEP ഇൻ യൂണിറ്റ് ഉണ്ട്, BEP ഇൻ റുപ്പീസ് ഉണ്ട്. ഇതൊക്കെയാണ് നിങ്ങൾക്ക് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ. ക്വസ്റ്റിനകത്ത് ശ്രദ്ധിക്കത്തില്ല. BEP എന്ന് കാണുന്ന ഉടനെ ഇക്വേഷൻ എഴുതി ചെയ്യും. അതല്ല, BEP യൂണിറ്റ് ആണോ BEP റുപ്പീസ് ആണോ എന്നുള്ളത് ശ്രദ്ധിക്കണം. BEP യൂണിറ്റ് കാണാനുള്ള ഇക്വേഷന് BEP യൂണിറ്റ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നാണ്. ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. എന്താണ് ഇക്വേഷൻ? ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്, അല്ലെങ്കിൽ വേറെ തന്നെ ചുരുക്കി എഴുതാം. എന്താണ്? F ഡിവൈഡഡ് ബൈ C പെർ യൂണിറ്റ്. CPU എന്ന് എഴുതിയേക്കുന്നത്. CPU എന്നുള്ള എന്താണ്? C പെർ യൂണിറ്റ്. ഫിക്സഡ് എക്സ്പെൻസസ് ഡിവൈഡഡ് ബൈ C പെർ യൂണിറ്റ് ആണ് ഏത് കാണാനുള്ള ഇക്വേഷന്? BEP ഇൻ ഔട്ട്പുട്ട് അല്ലെങ്കിൽ BEP ഇൻ യൂണിറ്റ് കാണാനായിട്ടുള്ള ഇക്വേഷന്. ഓക്കെ, അപ്പോൾ അത്ര ഇക്വേഷൻ വരെ നമുക്ക് നോക്കാം, ബാക്കി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.